ഗാസയിൽ രക്തരൂക്ഷിത മനുഷ്യക്കുരുതി നടത്തുന്ന ഇസ്രയേലിന് തിരിച്ചടി കിട്ടിത്തുടങ്ങുകയാണ്. അയൺ ഡോമും അയൺ ബീമുമൊക്കെ ഉണ്ട് എന്ന് അവകാശപ്പെട്ട ഇസ്രയേലിൽ കഴിഞ്ഞ ദിവസം യമനിലെ ഹൂതികൾ ഒരു ഡ്രോൺ ആക്രമണം നടത്തി. ഇസ്രയേലിന്റെ സുശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പിഴവ് സംഭവിച്ച കാഴ്ചയാണ് അതോടെ കണ്ടത്. തങ്ങളുടെ അയൺ ഡോം ഇന്റർസെപ്റ്റർ മിസൈലുകൾക്ക് ഹൂതികളുടെ ഡ്രോണിനെ തടയാൻ സാധിച്ചില്ലത്രേ. ഇസ്രയേൽ തന്നെ സമ്മതിച്ച കാര്യമാണ് ഇത്. ഡ്രോൺ ആക്രമണത്തിൽ 22 പേർക്കാണ് പരിക്കേറ്റത്. അതിൽ 2 പേരുടെ നില ഗുരുതരവുമാണ്. എന്തായാലും ഇത്രയേറെ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും 2 ഡ്രോണുകൾ പറന്നുവന്ന് ആക്രമണം നടത്തിയത് തടയാൻ പറ്റാതിരുന്നതിനെ കുറിച്ച് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിധം പ്രതിഷേധങ്ങളും അറബ് രാഷ്ട്രം ഒറ്റക്കെട്ടായി നൽകുന്ന മുന്നറിയിപ്പുകളും അവഗണിച്ചും ഇസ്രായേൽ ഗാസയിൽ ആക്രമണം നടത്തുന്നതും തുടരുകയാണ്. ബുധനാഴ്ച വൈകുന്നേരം ഇസ്രായേലിലെ എയ്ലാത്തിന് നേർക്കായിരുന്നു ആക്രമണമുണ്ടായത്. കഴിഞ്ഞ ദിവസം റിസോർട്ട് സിറ്റിയിലെ ഹോട്ടലിന് നേരെയും ഡ്രോൺ ആക്രമണം നടന്നിരുന്നു. ആക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ പ്രോട്ടോകോൾ അനുസരിച്ച് മുഴങ്ങിയെങ്കിലും ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പക്ഷേ ഡ്രോണുകളെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നത് തങ്ങളുടെ പ്രതിരോധ സംവിധാനത്തിലുണ്ടായ പാളിച്ച തന്നെയാണെന്നാണ് ഇസ്രായേൽ സമ്മതിക്കുന്നത്. അപായ സൈറൺ മുഴങ്ങിയിട്ടും വൈകിയാണ് ഡ്രോൺ കണ്ടെത്താനായത്. അതുകൊണ്ട് തന്നെ 2 അയൺ ഡോം ഇന്റർസെപ്റ്റർ മിസൈലുകൾ തൊടുത്തുവിട്ടുവെങ്കിലും ഡ്രോൺ തടയാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു. ഡ്രോൺ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ തന്നെ ഹെലികോപ്റ്ററുകളോ യുദ്ധവിമാനങ്ങളോ ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ IDFന് മതിയായ സമയം ലഭിച്ചിരുന്നില്ല. താഴ്ന്നു പറന്നതിനാലാകാം ഡ്രോണിനെ വെടിവെച്ചിടുന്നതിൽ അയൺ ഡോം പരാജയപ്പെട്ടത് എന്നാണ് ഇസ്രായേലി പ്രതിരോധ സേന വ്യക്തമാക്കുന്നത്. ഒന്നിലധികം ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇസ്രായേലിൽ തങ്ങൾ ആക്രമണം നടത്തിയത് എന്ന് ഹൂതി വിഭാഗവും പിന്നീട് സമ്മതിച്ചിട്ടുണ്ട്. ഉമ്മുൽ റഷ്റഷ്, ബിർ അൽ സബ പ്രവിശ്യകളിലെ ശത്രു കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും ഹൂതി വക്താവായ യഹിയ സരി വ്യക്തമാക്കിയിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യമായല്ല എയ്ലാത്ത് ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണം നടത്തുന്നത്. കഴിഞ്ഞ ആഴ്ച കൂടി എയ്ലാത്ത് കേന്ദ്രമാക്കി ഹൂതികളുടെ ഡ്രോൺ ആക്രമണം നടന്നിരുന്നതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഏത് രീതിയിലാണ് ആക്രമണം നടന്നത് എന്ന് സംബന്ധിച്ചും ആക്രമണത്തിന് ഉപയോഗിച്ച ബോംബിന്റെ സവിശേഷതകളെക്കുറിച്ചും ഇസ്രായേൽ അന്വേഷിക്കുന്നുണ്ട്. സ്ഫോടനത്തിന്റെ അവശിഷ്ടങ്ങൾ ഏതെങ്കിലും തരത്തിൽ തുടർ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുമോ എന്നറിയാത്തതിനാൽ സ്ഫോടനം നടന്ന പ്രദേശത്തേക്ക് ജനങ്ങൾ കടക്കരുത് എന്നും ഒരു ശേഷിപ്പുകളിലും തുടരുത് എന്നും പോലീസ് ജനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ ഹൂതികൾക്ക് തക്കതായ മറുപടി കൊടുക്കുമെന്ന ഇസ്രായേലി പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ വാക്കുകൾ തിരിച്ചടിക്കുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നില്ല. ഇസ്രായേലിൽ നടത്തുന്ന ഏതൊരു ആക്രമണത്തിനും ഹൂതികൾക്ക് വേദനിപ്പിക്കുന്ന തിരിച്ചടി തന്നെ കൊടുക്കുമെന്നാണ് നെതന്യാഹുവിന്റെ വാക്കുകൾ. പ്രത്യാക്രമണം ഏത് രീതിയിൽ വേണമെന്ന് ആലോചിക്കാൻ സൈന്യത്തിന് നെതന്യാഹു നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഏറ്റവും കടുപ്പമേറിയ മറുപടി തന്നെ നൽകുമെന്നും അതിനെക്കുറിച്ച് പഠിക്കുകയാണ് എന്നും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലിന് നേർക്കുള്ള ഏതൊരു ആക്രമണത്തിനും 7 ഇരട്ടി ശക്തിയോടെ മറുപടി കൊടുക്കുമെന്നാണ് കാറ്റ്സിന്റെ വാക്കുകൾ. 2023 ഒക്ടോബറിൽ ഇസ്രായേൽ ഗാസയിൽ ആക്രമണം ആരംഭിച്ചതു മുതൽ അതിനോടുള്ള പ്രതിഷേധമെന്നോണം പലകുറി ഹൂതി വിമതർ ഇസ്രായേലിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇറാനും ലെബനാനും ഗാസയും അടക്കമുള്ള സംഭവങ്ങളിൽ നിന്ന് ഹൂതികൾ പാഠം പഠിച്ചിട്ടില്ല എന്ന കാറ്റ്സിന്റെ വാക്കുകൾ പ്രത്യാക്രമണം കടുത്തതായിരിക്കുമെന്ന സൂചനയാണ് നൽകുന്നത്. അതേസമയം ലോകരാഷ്ട്രങ്ങളിൽ 80% പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാൻ ഇസ്രായേൽ ഇപ്പോഴും വിമുഖത കാട്ടുകയാണ്. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപും പലകുറി സൂചനകൾ നൽകിയെങ്കിലും അതൊന്നും ചെവിക്കൊള്ളാതെ ഇസ്രായേൽ അതിഭീകരമായ രീതിയിൽ ഗാസയിൽ ആക്രമണം തുടരുകയാണ്. വെടിനിർത്തൽ ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി വീടുകളിൽ കിടന്നുറങ്ങിയ സാധാരണക്കാർക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ മാരകമായ അക്രമം അഴിച്ചുവിട്ടത്. ടാങ്കുകളും കവചിത വാഹനങ്ങളുമായി ഗാസ സിറ്റിയിൽ കടന്നുകയറി മരണപ്പെയ്ത്തായിരുന്നു പിന്നീട് നടന്നത്. കുടുംബങ്ങൾ താമസിക്കുന്ന കെട്ടിടങ്ങൾക്ക് മേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 20 പേരാണ് കൊല്ലപ്പെട്ടത്. 6 ലക്ഷത്തോളം പേർ പലായനം ചെയ്ത ഗാസ സിറ്റിയിൽ ഇപ്പോഴും 5 ലക്ഷത്തോളം പലസ്തീനികൾ കഴിയുന്നുണ്ട്. ഇവർ കഴിയുന്ന കെട്ടിടങ്ങൾ തകർക്കാൻ സ്ഫോടക വസ്തുക്കൾ നിറച്ച റോബോട്ടുകളും കവചിത വാഹനങ്ങളും ഉപയോഗിക്കുന്നത് ഭീതി ഇരട്ടിയാക്കുകയാണ്.